ഹലോ എവരി വൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. മൊഡ്യൂൾ 2ൻ്റെ സിലബസ് 2024 സ്കീമിൽ ഇങ്ങനെയാണുള്ളത്. ലിങ്ക് ലിസ്റ്റ്, ഓപ്പറേഷൻ, സ്റ്റാക്ക് ആൻഡ് ക്യൂസ്, ഇത്രയും ടോപ്പിക്സ് നമുക്ക് മൊഡ്യൂൾ 2ൽ കവർ ചെയ്യാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ ഒരുപാടുണ്ട്, പക്ഷേ അതിനകത്ത് 2 ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്? സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ദെൻ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക് ലിസ്റ്റ്, അതിൽ നോഡിൻ്റെ ക്രിയേഷൻ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ട്രാവേഴ്സ്, ഒരു ലിസ്റ്റിന് നമുക്ക് എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, സോ എന്താണ് ഒരു സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ഡേറ്റ സ്ട്രക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അറേസ് പോലെ ഇതും ഒരു ഫണ്ടമെന്റൽ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇറ്റ്സ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ വെയർ ഈച്ച് എലിമെന്റ്, ഓരോ എലിമെന്റിനെ ഇവിടെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോഡ് എന്ന് വിളിക്കും. പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ സീക്വൻസ്, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതൊരു നോഡായിരിക്കും. ഓക്കെ, അതെന്താണ്? അടുത്ത നോഡിനെ പോയിന്റ് ചെയ്യുന്നു. നോഡ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ദിസ് നോഡ് ഈസ് പോയിന്റിങ് ടു ദിസ് നോഡ്. അപ്പോൾ ഇതുപോലൊരു സീക്വൻസ് ക്രിയേറ്റ് ആവും. ഓക്കെ, സോ ഇതിന് നമ്മൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. സിംഗ്ലി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, കുറേ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരൊറ്റ ലിങ്കേ ഉണ്ടാവുള്ളൂ ഒരു 2 നോഡ്സ് തമ്മിൽ. ഓൾ റൈറ്റ്, സോ അതിന് നമ്മൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയും. നൗ ഇനി നോഡിൻ്റെ എന്താണ്, നോഡ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് നോഡ്, എങ്ങനെയാണ് ഈ നോഡ്, ഇതൊരു നോഡാണ്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് നോഡ്? നോഡിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡേറ്റ ആൻഡ് നെക്സ്റ്റ്. ഡേറ്റ എന്ന് പറയുമ്പോൾ ആ നോഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അതിൽ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ പോയിന്റർ ഉണ്ടാവും. ഓക്കെ, ഈ നെക്സ്റ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അതിന് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോഡിൽ എന്തുണ്ടാവും? ഒരു ഡേറ്റ പോർഷൻ ഉണ്ട്, യു ക്യാൻ സി, ആൻഡ് അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? പോയിന്റർ ആണ്. പോയിന്റർ എന്ന് പറയുമ്പോൾ അടുത്ത നോഡിലോട്ട് പോയിന്റ് ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റിൽ എടുക്കുക. യു ക്യാൻ സി ഇൻ ദിസ് എക്സാമ്പിൾ, യു ക്യാൻ സി ഇത് നമ്മൾ നോഡ് നമ്പർ 1 ആണ്, അതിൻ്റെ ഡേറ്റ എന്താണ്? 20 ആണ്. സോ ഇതിൽ നെക്സ്റ്റ് 2000ലോട്ടാണ് പോയിന്റ്. ദാറ്റ് മീൻസ് 2000 എന്ന് പറയുമ്പോൾ അടുത്ത നോഡിൻ്റെ അഡ്രസ്. സോ അതിങ്ങനെ പോയിന്റ് ചെയ്യും. അതുപോലെ യു ക്യാൻ സി ഇൻ ദിസ് നോഡ് 30 ഉണ്ട്. 30 ആണ് ഈ നോഡിൻ്റെ ഡേറ്റ. അതിൽ നെക്സ്റ്റ് പോയിന്റ് ചെയ്യുന്നത് 3000ലോട്ടാണ്. 3000 എന്ന് പറയുമ്പോഴത്തേക്കും ഈ നോഡിൻ്റെ അഡ്രസ് ആണ്. ഓൾ റൈറ്റ്, സോ ഇതാണ് നമ്മുടെ നോഡിൻ്റെ 2 parts. Okay, one is data and another is next. Okay, so unlike an array, a linked list does not store elements in contiguous memory locations. Very important point ആണ്. ഇതിനകത്ത് you can see കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ല, കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ല. 1000 കഴിഞ്ഞിട്ട് 2000 ആവാം, 3000 ആവാം, 5000 ആവാം, എന്തുവാം. റൈറ്റ്, സോ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? 1000ൽ നമ്മൾ യു ക്യാൻ സി 1000 എന്ന് പറയുന്ന ആ അഡ്രസ്സിലുള്ള നോഡിൽ ഇറ്റ് ഈസ് പോയിന്റിങ് ടു 2000. സോ ഇറ്റ് ക്യാൻ പോയിന്റ് ടു എനി അതർ ലൊക്കേഷൻ. അത് കണ്ടിന്യൂസ് ആവണം നിർബന്ധമില്ല. അറേയിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ നമ്മൾ ബുക്ക് ചെയ്യുന്നത്? ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമ്മൾ എന്താണ്, റാൻഡം ആയിട്ട് നമുക്ക് ഡേറ്റനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്, യൂസിങ് വാട്ട്? യൂസിങ് നെക്സ്റ്റ്. ഓൾ റൈറ്റ്, സോ ഇതാണ് ഒരു നോഡിൻ്റെ സ്ട്രക്ചർ. നൗ എന്തൊക്കെ ഓപ്പറേഷൻസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും ഓപ്പറേഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റിൽ നമുക്ക് എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. ട്രാവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മുതൽ ലാസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിസിറ്റ് ചെയ്ത് പോകുന്നു. അതിനാണ് നമ്മൾ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻസേർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇൻസേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുതിയ നോഡിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അത് നമുക്ക് ഒന്നെങ്കിൽ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിലോട്ടും ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. ഡിലീഷൻ നമുക്ക് എവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റും? 3 സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും. ബിഗിനിങ് നിന്ന് ചെയ്യാൻ പറ്റും, എൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും സ്പെസിഫിക് വാല്യൂന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും എലിമെന്റിനെ എനിക്ക് സെർച്ച് ചെയ്യണം, അതും ഒരു ഓപ്പറേഷനാണ്. എത്ര നോഡ്സ് ഉണ്ട് അത് കൗണ്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷനാണ്. മുഴുവൻ ലിസ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷനാണ്. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് ഡിലീഷൻ വരെ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ബാക്കിയുള്ള നമ്മൾ നോക്കിയില്ലെങ്കിലും വിഷയമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഡിലീഷൻ വരെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്രിയേഷൻ ഓഫ് എ നോഡ് ആൻഡ് ട്രാവേഴ്സ്, ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോഡിൻ്റെ ക്രിയേഷനെ കുറിച്ച് നോക്കാം. ഓൾ റൈറ്റ്, സോ
ഓപ്പറേഷൻസ് ഓൺ സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, അതിൽ ക്രിയേറ്റ് എ നോഡ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് എ നോഡ്. സോ എ നോഡ് ഇസ് ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. ഇപ്പോൾ ലിങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നോഡ്. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ നോക്കിയിരുന്നു നോഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? 2 പാർട്സ് ഉണ്ട്. ഒന്ന് ഡേറ്റ. ഡേറ്റ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ വാല്യൂനെ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത നോഡിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. ഓൾറൈറ്റ്, ഈ 2 കാര്യങ്ങളാണ് ഒരു നോഡിലുള്ളത്. ഓൾറൈറ്റ്, ഇനി സ്ട്രക്ചർ ഓഫ് എ നോഡ് ഇൻ സി പ്രോഗ്രാമിംഗിൽ നമ്മൾ എങ്ങനെയാണ് നോഡിനെ കോഡ് ചെയ്യുന്നത്? ഓൾറൈറ്റ്, നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യും. ഓൾറൈറ്റ്, സ്ട്രക്ചർ നോഡ്, സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? യു ക്യാൻ സി, നമ്മളൊരു ഡേറ്റ കൊടുത്തു. അതിന്റെ ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ആണ്. ഡേറ്റ വേരിയബിളിന്റെ പേരാണ്. അതുപോലെ യു ക്യാൻ സി സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ദാറ്റ് മീൻസ് എന്താണ്? ഒരു പോയിന്റർ വേരിയബിൾ. ആ പോയിന്റർ വേരിയബിളിന്റെ പേരെന്താണ്? നെക്സ്റ്റ്. ആ പോയിന്റർ വേരിയബിളിന്റെ ടൈപ്പ് എന്താണ്? സ്ട്രക്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം നോഡ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന്റെ അഡ്രസ്സ് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സി ഇപ്പൊ നമ്മുടെ നോഡ് എന്ന് പറയുന്ന യു ക്യാൻ സി നമ്മുടെ നോഡ് എന്ന് പറയുന്ന നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിൽ ഡേറ്റ ഉണ്ട്. ഇനി ഈ അഡ്രസ്സിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അടുത്ത നോഡിന്റെ അഡ്രസ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ആ നെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഇറ്റ് മസ്റ്റ് ബി ഓഫ് ദി ടൈപ്പ് നോഡ്. ഓൾറൈറ്റ്, അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, സോ ദിസ് ഡിഫൈൻസ് എ കസ്റ്റം ഡേറ്റ ടൈപ്പ് കോൾഡ് സ്ട്രക്ട് നോഡ്. നമുക്കറിയാം എന്താണ് നോഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഡേറ്റ സ്ട്രക്ചർ നമ്മൾ ഡേറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ക്രിയേറ്റിംഗ് എ നോഡ് ഡൈനാമിക്കലി. ഇനി നോഡിന് നമ്മൾ എങ്ങനെയാണ് ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത്? ഓൾറൈറ്റ്, ഇത് നമ്മൾ ഡേറ്റ ടൈപ്പ് ആണ്. ഇത് ഇവിടെ നമ്മൾ ദിസ് ഈസ് കോൾഡ് ആസ് ക്രിയേറ്റിംഗ് ദ നോഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഡേറ്റ ടൈപ്പ് ആണ് ഫിക്സ് ചെയ്തത്. ആ ഡേറ്റ ടൈപ്പ് എന്താണ്? ആ ഡേറ്റ ടൈപ്പിൽ ഡേറ്റ ഉണ്ടാവും, രണ്ടാമത്തെ പോർഷൻ ഉണ്ടാവും, നെക്സ്റ്റ് ഉണ്ടാവും. ഓൾറൈറ്റ്, നൗ നമ്മൾ ആക്ച്വലി നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് സ്റ്റാർട്ട്സ് വിത്ത് ഓവർ ഹിയർ. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ദാറ്റ് മീൻസ് നമ്മൾ malloc എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. malloc എന്ന് പറയുമ്പോൾ മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് malloc. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈസ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെമ്മറി യൂണിറ്റിന്റെ സൈസ് എത്രയായിരിക്കണം എന്നുള്ള കാര്യം നമ്മളിവിടെ ഫിക്സ് ചെയ്യുവാണ്. അപ്പോൾ അതെന്തായിരിക്കണം? നോഡിന്റെ സൈസ് എത്രയാണ്? നോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ സൈസ് എത്രയാണോ അത്രയും സൈസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡേറ്റ യൂണിറ്റ് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുവാണ്. അതിനെ നമ്മൾ ഇത്രയും കോഡ് അതാണ് മീൻ ചെയ്യുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു വോയിഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓൾറൈറ്റ്, വോയിഡ് സ്റ്റാർ ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്തത്. കാരണം അതിനൊന്നും ഡേറ്റ ടൈപ്പ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഇതിനാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് കാസ്റ്റ് ചെയ്ത് നമ്മുടെ ഇവിടുന്ന് റിട്ടേൺ ചെയ്ത ആ നമ്മുടെ മെമ്മറി യൂണിറ്റ് അതിന്റെ ടൈപ്പ് നമ്മൾ എന്താക്കി മാറ്റി? നോഡാക്കി മാറ്റി. ഓൾറൈറ്റ്, എന്നിട്ട് ആ കിട്ടിയ സംഭവം നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത്? ന്യൂ നോഡ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇട്ടു. അതിന്റെ ടൈപ്പ് എന്തായിരിക്കും? സ്ട്രക്ട് നോഡ് ആയിരിക്കും. ഓൾറൈറ്റ്, സോ ന്യൂ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വേരിയബിൾ പോലെയാണ്. അതിന്റെ ടൈപ്പ് എന്താണ്? നോഡാണ്. റൈറ്റ്, malloc സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രക്ട് നോഡിന്റെ സൈസിലുള്ള ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അത് ബൈ ഡിഫോൾട്ട് റിട്ടേൺ ചെയ്യുന്നത് വോയിഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഈ കോഡ് വെച്ച് നമ്മൾ അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് നോഡിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഒരു നോഡ് ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. റൈറ്റ്, നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ നോക്കാം. സൈസ് ഓഫ് സ്ട്രക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഗിവ്സ് ദി നമ്പർ ഓഫ് ബൈറ്റ്സ് റിക്വയർഡ് ഫോർ വൺ നോഡ്. അതാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ അടുത്ത നമ്മൾ നോക്കി അടുത്ത എന്തായിരിക്കും? സോ സൈസ് ഓഫ് സ്ട്രക്ട് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ മീൻ ചെയ്തത്. അടുത്ത എന്തായിരിക്കും? malloc എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലോക്കേറ്റ്സ് ദാറ്റ് മെനി ബൈറ്റ്സ്. എത്ര മെനി ബൈറ്റ്സ് നമ്മൾ ഇവിടെ കൊടുത്ത ദാറ്റ് മെനി ബൈറ്റ്സ് ഫ്രം ദി ഹീപ്പ് മെമ്മറി ആൻഡ് റിട്ടേൺസ് എ വോയിഡ്. ഹീപ്പ് മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറി പോർഷൻ ആണ് നമ്മൾ പറയുന്നത്. ഹീപ്പ് മെമ്മറിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ മെമ്മറി എന്ന് വിചാരിച്ചാൽ മതി. ഓൾറൈറ്റ്, അപ്പം മെമ്മറിയിൽ നിന്നും നമ്മൾ ഇവിടെ കൊടുത്ത ആ സ്ട്രക്ട് നോഡിന്റെ അത്രയും ബൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർവ് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് റിട്ടേണിംഗ് ഓഫ് വാട്ട് ടൈപ്പ്? വോയിഡ് ടൈപ്പ് ആണ് റിട്ടേൺ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ടൈപ്പ് കാസ്റ്റ്. We typecast the result to struct node so that it can be stored in the new node. New node എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തായിരിക്കും? നമ്മുടെ പുതിയ വേരിയബിൾ ആണ്. റൈറ്റ്, ഓഫ് ദി ടൈപ്പ് നോഡ്. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആ നോഡ് എങ്ങോട്ടേക്ക് പോവും? ന്യൂ നോഡിലോട്ട് പോവും.
ഓൾറൈറ്റ്, ഇത്രയുമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നൗ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്? വൺസ് ദ നോഡ് ഇസ് ക്രിയേറ്റഡ് വി ഇനിഷ്യലൈസ് ഇറ്റ്. നമ്മുടെ ഡേറ്റ ഇടണം, റൈറ്റ്? അപ്പോൾ നമ്മളെങ്ങനെയാണ് ന്യൂ നോഡ്, ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്? സോ ന്യൂ നോഡ് ഡേറ്റ ആ 10 എന്ന് പറയുന്നത്, ഓൾറൈറ്റ്, 10 എന്ന് പറയുന്ന ആ വാല്യൂ നമ്മുടെ ആ ഡേറ്റ പോർഷനിലോട്ട് സ്റ്റോർ ആവും. ഓക്കെ, അതുപോലെ തന്നെ യു ക്യാൻ സി ന്യൂ നോഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു നോഡാണ്, നമ്മൾ ജസ്റ്റ് ഒരു നോഡ് മാത്രമേ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഡേറ്റയിൽ നമ്മൾ 10 ഇട്ട് കൊടുത്തു നമ്മുടെ ഡേറ്റയിൽ, റൈറ്റ്? ഇതിന്റെ പേരെന്താണ്? ന്യൂ നോഡാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് നോട്ട് പോയിന്റിങ് ടു എനി നോഡ്, ഓൾറൈറ്റ്? ഒരു വേറൊരു നോഡിലോട്ട് അത് പോയിന്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇവിടെ തൽക്കാലം നള്ളിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ നോഡ് മാത്രമേ തൽക്കാലം ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം, ഓൾറൈറ്റ്? സോ നോ നെക്സ്റ്റ് നോഡ് യെറ്റ്, ഓൾറൈറ്റ്? ഇങ്ങനെയാണ് നമ്മൾ എന്ത് വാല്യൂ അസൈൻ ചെയ്യുന്നത്, ഓൾറൈറ്റ്? അപ്പോൾ നമുക്ക് ക്രിയേഷൻ ഓഫ് എ നോഡ് യൂസിങ് സി, അത് നമുക്ക് നോക്കാം. സി വെച്ചിട്ട് നമുക്ക് അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ കോഡ്, ഇതറിയാം നമുക്ക്. നൗ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്ട്രക്ട് യൂസ് ചെയ്തിട്ട്, സ്ട്രക്ചർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? നോഡ് ക്രിയേറ്റ് ചെയ്തു. ഈ നോഡ് എന്താണ്? പുതിയ ഡേറ്റ ടൈപ്പ് ആണ്. ആ ഡേറ്റ ടൈപ്പിൽ എന്തുണ്ട്? ഡേറ്റ ഉണ്ട്, പിന്നെ അഡ്രസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് അഡ്രസ്? നോഡ് ടൈപ്പ്, ഓൾറൈറ്റ്? കാരണം എന്താണ്? നമ്മൾ നോഡിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രക്ട് നോഡിന്റെ ടൈപ്പ് അഡ്രസ് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ, അത് എന്താണ്? ഇൻറ്റീജർ ടൈപ്പ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ അഡ്രസ് ഹോൾഡർ അത് ഓഫ് ടൈപ്പ് സ്ട്രക്ട് നോഡാണ്, ഓൾറൈറ്റ്? അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നോഡ് ഡേറ്റ ടൈപ്പ്, അതിലെന്തുണ്ട്? ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഉണ്ട്, ഓൾറൈറ്റ്? ഇനി നമുക്ക് മുന്നോട്ട് വരാം. മെയിൻ ഫംഗ്ഷൻ അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ നോഡ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ നോഡ് വെച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ വേരിയബിൾസിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നോഡിന്റെ അഡ്രസ്സസ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ഓൾറൈറ്റ്? അത് നമുക്ക് നോക്കാം. ഇനി യു ക്യാൻ സി, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഇത് നോക്കിയായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു മെമ്മറിനെ അലോക്കേറ്റ് ചെയ്യുന്നത്, ഓൾറൈറ്റ്? എവിടെ നിന്ന്? വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ. സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്, ദാറ്റ് മീൻസ് സ്ട്രക്ട് നോഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന്റെ സൈസ്. സപ്പോസ് ഇതിനകത്ത് ഡേറ്റ ഹോൾഡ് ചെയ്യുന്ന ഇൻറ്റിജർ അല്ല, അപ്പോൾ ഒരു 4 ബൈറ്റ്സ് നമുക്ക് വിചാരിക്കാം. നമ്മൾ സപ്പോസ് ഇത് നെക്സ്റ്റ് അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന 8 ബൈറ്റ് എന്ന് വിചാരിക്കാം, അസ്യൂം ചെയ്യാം നമുക്ക്, ഓൾറൈറ്റ്? സോ ടോട്ടൽ നോഡിന്റെ ബൈറ്റ്സ് എത്ര ആയിരിക്കും? 12 ബൈറ്റ്സ്. 12 ബൈറ്റ്സ് ആയിരിക്കും ഇതിന്റെ കപ്പാസിറ്റി. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുമ്പോൾ നോഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന്റെ സൈസിനനുസരിച്ചുള്ള ഒരു ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം, മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, ഓൾറൈറ്റ്? ഡൈനാമിക്കലി. സോ അത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? യു ക്യാൻ സി, നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തു. യു ക്യാൻ സി നമുക്ക് അതിൻ്റെ ഒരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് 2000 നമുക്ക് കൊടുക്കാം, അസ്യൂം ചെയ്യാം, ഓൾറൈറ്റ്? അതിന് 2 പാർട്ടുണ്ട്, ഡേറ്റ ആൻഡ് നെക്സ്റ്റ്, ഓൾറൈറ്റ്? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി മെമ്മറി അലോക്കേറ്റ് ആയി, ഓൾറൈറ്റ്? ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു വോയിഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, നമുക്കറിയാം, നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നോഡിന്റെ ടൈപ്പിലോട്ട് അതിനെ മാറ്റി, ഓൾറൈറ്റ്? ഇനി അവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സ് നമ്മൾ എങ്ങോട്ടേക്ക് ഇടും? ന്യൂ നോഡ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഇടും. ആ ന്യൂ നോഡ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ടൈപ്പ് എന്തായിരിക്കും? നോഡായിരിക്കും, ഓൾറൈറ്റ്? ഇതാണ് നമ്മൾ പഠിച്ചത്. സോ ന്യൂ നോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കും, അതൊരു റെഫറൻസ് വേരിയബിൾ ആണ്. അതിൽ 2000 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കും. ദാറ്റ് മീൻസ് ന്യൂ നോഡ് എന്താ ചെയ്യുന്നത്? ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ മെമ്മറിനെ പോയിന്റ് ചെയ്യുവാണ്. 2000, ഈ 2000 അഡ്രസ്സ് ഇവിടെ ബെയർ ചെയ്യുവാണ്, ഓൾറൈറ്റ്? നമ്മൾ പറയുമ്പോൾ ന്യൂ നോഡ് എന്ന് നമ്മളൊരു നോഡ് എന്ന് വേണമെങ്കിൽ പറയും, പക്ഷേ ആക്ച്വലി ന്യൂ നോഡ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ നോഡിന്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്, ഓൾറൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഈ നമ്മുടെ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഡേറ്റയും നമ്മൾ നെക്സ്റ്റ് വാല്യൂ ഇടാൻ പോവാണ്. സോ യു ക്യാൻ സി നെക്സ്റ്റ് പോയിന്റ് ഇസ് ന്യൂ നോഡ്. യു ക്യാൻ സി ഇതൊരു ആരോ ഓപ്പറേറ്റർ ആണ്, ഓക്കെ? പോയിന്റ് ചെയ്യുന്നത് ഡേറ്റ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? 10 എന്ന് പറഞ്ഞ വാല്യൂ ഇടണം നമുക്ക്. ദാറ്റ് മീൻസ് ന്യൂ നോഡിൽ എന്തുണ്ട്? 2000 ഡേറ്റ ഉണ്ട്. 2000 നമ്മൾ നേരെ 2000 പോയി, റൈറ്റ്? അതിൽ അതിന്റെ ഡേറ്റയിൽ നമ്മൾ എന്ത് ചെയ്യണം? 10 എന്ന് പറഞ്ഞ വാല്യൂ ഇടണം. സോ എന്ത് സംഭവിക്കും? ആ 10 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരും, ഓൾറൈറ്റ്? അതിന് മുമ്പായിട്ട് ന്യൂ നോഡിന്റെ ജസ്റ്റ് ഒരു ലൈൻ നമുക്ക് നോക്കാം. ദ ന്യൂ നോഡ് ഇസ് എ പോയിന്റർ വേരിയബിൾ ഓഫ് ടൈപ്പ് സ്ട്രക്ട് നോഡ്, ഓൾറൈറ്റ്? It points to a block of memory dynamically allocated using malloc where a new node is created, alright? ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ, alright? സോ ന്യൂ നോഡ് എന്താ ചെയ്യുന്നത്?
പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. വീണ്ടും ന്യൂ നോഡിന്റെ ഡേറ്റയിലോട്ട് നമ്മൾ 10 എന്ന് പറഞ്ഞ വാല്യൂ ഇടും. നൗ ന്യൂ നോഡ്, ഇവിടെ ഒരൊറ്റ നോഡ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ന്യൂ നോഡ് നെക്സ്റ്റ് എന്തായിരിക്കും, വേറൊരു നോഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കുള്ളൂ. ഒരു സിംഗിൾ നോഡ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നൾ എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് പോയിന്റിംഗ് ടു എനി അതർ നോഡ് എന്നാ അതിന്റെ അർത്ഥം. ഓൾറൈറ്റ്, സോ എന്തൊക്കെ വാല്യൂ വരും, 10 വരും, നെക്സ്റ്റിൽ നൾ വരും. വീണ്ടും ഈ പോയിന്റ് പറയാം. ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പോയിന്റർ വേരിയബിൾ ഓഫ് ടൈപ്പ് സ്ട്രക്ട് നോഡ്. ഓക്കെ, എന്താ ചെയ്യുന്നത്, ഇറ്റ് പോയിന്റ്സ് ടു എ ബ്ലോക്ക് ഓഫ് മെമ്മറി ഡൈനാമിക്കലി അലോക്കേറ്റഡ്. എവിടെ നിന്ന്, ഈ ഒരു കോഡ് വെച്ചിട്ട് യൂസിങ് malloc വേർ എ ന്യൂ നോഡ് ഈസ് ക്രിയേറ്റഡ്. ഓൾറൈറ്റ്, സോ ഇതായിരുന്നു നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ഇൻ സി. അത് നമ്മൾ എങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ നോക്കിയത്. ഓൾറൈറ്റ്, നൗ അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു ട്രാവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ. ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ നോഡ് വെച്ച് നമ്മൾ വിസിറ്റ് ചെയ്ത് പോകുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്തുണ്ടാവണം, ഒന്നിൽ കൂടുതൽ നോഡ് ഉണ്ടാവണം വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഓൾറൈറ്റ്, നൗ traversing in a linked list means visiting each node and performing operation like printing or processing data. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അറ്റത്ത് നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് മൊത്തം പോയി. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, ലൈക്ക് പ്രിന്റിംഗ് ദ ഡേറ്റ ഓർ പ്രോസസിങ് ഡേറ്റ. ഓൾറൈറ്റ്, എന്ത് വേണം ചെയ്യാം. സോ ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിസിറ്റ് ചെയ്ത് എല്ലാ നോഡിലും വിസിറ്റ് ചെയ്ത് പോകുന്നു. നൗ സപ്പോസ് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. യു ക്യാൻ സി ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ഓൾറൈറ്റ്, ഇത് കണക്റ്റഡ് ആണ്. യു ക്യാൻ സി ദിസ്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം ഇവിടെ നിന്ന് തുടങ്ങി എല്ലാ നോഡിലും വിസിറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ട്രാവേഴ്സിൽ പറയുന്നത്. എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുന്നതിന്റെ അപ്രോച്ച് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ സി ഇംപ്ലിമെന്റേഷൻ കൂടെ നോക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലൈസ് എ പോയിന്റർ ടു ദി ഹെഡ് ഓഫ് ദി ലിസ്റ്റ്. അപ്പൊ ഹെഡ് എന്താണ്, ഇതാണ് ഫസ്റ്റ് നോഡ്, നമ്മൾ ഹെഡ് എന്ന് പറയും. ഓൾറൈറ്റ്, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കറന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അസൈൻ ചെയ്യും. ഓക്കെ, സോ കറന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ എടുത്ത് നമ്മൾ, റൈറ്റ്, കറന്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ അല്ലെങ്കിൽ എടുത്ത് പോയിന്റർ വേരിയബിൾ നമുക്ക് പറയാം. റൈറ്റ്, അതിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഹെഡിനെ ഇനീഷ്യലൈസ്, ഹെഡിന്റെ അഡ്രസ് എന്താണ്, 1000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 1000 അവിടെ ഇട്ടു. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ലൂപ്പ് ത്രൂ ദ ലിസ്റ്റ് യൂസിങ് എ വൈൽ ലൂപ്പ് അൺടിൽ കറന്റ് ബിക്കംസ് നൾ. ദാറ്റ് മീൻസ് ഈ നമ്മൾ കറന്റ് എന്താ ഇപ്പൊ കൊടുത്തിരിക്കുന്ന, ഹെഡിന്റെ ഹെഡ് എന്താണ്, 1000, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിന് ട്രാവേഴ്സ് ചെയ്യണം. എവിടം വരെയും ട്രാവേഴ്സ് ചെയ്യണം, നള്ള് കിട്ടുന്നവരെയും. ഓൾറൈറ്റ്, അതാണ് ഇത് മീൻ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിന്റിനെ ഇനിഷ്യലൈസ് ചെയ്യും. ആ പോയിന്റിന്റെ പേര് കറന്റ്, നിങ്ങൾക്ക് വേറൊരു പേരും കൊടുക്കാം, നോ ഇഷ്യൂസ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് അതിലോട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇതിനെ ലൂപ്പ് ചെയ്യും, നള്ള് കിട്ടുന്നവർ. നൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അടുത്ത നോഡ് ഇല്ല എന്ന അർത്ഥം. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് അവിടെ ഫിനിഷ് ആയി. ഓക്കെ, നൗ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദ ലിസ്റ്റ്. ഓൾറൈറ്റ്, നൗ എന്ത് ചെയ്യണം, നമ്മൾ പ്രോസസ് ഈച്ച് നോഡ്, നമ്മൾ ഓരോ നോഡിനെയും പ്രോസസ് ചെയ്യണം. അത് ദാറ്റ് മീൻസ് പ്രിന്റിംഗ് ദ ഡേറ്റ. അത് സി ഇംപ്ലിമെന്റേഷൻ നമുക്ക് നോക്കാം. നൗ എങ്ങനെയാണ് നമ്മൾ അടുത്ത നോഡിലോട്ട് മൂവ് ചെയ്യുന്നത്, കറന്റ് ഈസ് ഈക്വൽ ടു കറന്റ് ഓഫ് നെക്സ്റ്റ്. ദാറ്റ് മീൻസ് ഇപ്പൊ സപ്പോസ് കറന്റ് ഇപ്പൊ എന്താണ്, ഹെഡ് ആണ്. അതിന്റെ നെക്സ്റ്റ് എന്തായിരിക്കും, കറന്റിന്റെ നെക്സ്റ്റ് എന്തായിരിക്കും, കറന്റ് വാല്യൂ 1000. യു ക്യാൻ സി കറന്റ് 1000 പോയി, 1000 വന്ന് അതിന് നെക്സ്റ്റ് ആണ് ഇത്. ദിസ് ഇസ് നെക്സ്റ്റ് ആൻഡ് ദിസ് ഇസ് ഡേറ്റ, നമുക്കറിയാം. അതിന് നെക്സ്റ്റ് എന്താ, 2000 ആണ്. ദാറ്റ് മീൻസ് 2000 പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ടേക്ക് വരും അർത്ഥം. ഓൾറൈറ്റ്, അങ്ങനെയാണ് നമ്മൾ ഓരോ തവണ മൂവ് ചെയ്യുന്നത്. റൈറ്റ്, സോ കറന്റിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. യു ക്യാൻ സി എന്തായിരിക്കും, കറന്റ് ഈസ് ഈക്വൽ ടു കറന്റ് ഡോട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ കറന്റ് പോയിന്റ് ടു, നോ ഡോട്ട് അല്ല, പോയിന്റ് ടു നെക്സ്റ്റ്. റൈറ്റ്, സോ 2000 ആയിരിക്കും അടുത്ത പോയിന്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, നമ്മൾ അതിനെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറന്റ്, ഇപ്പൊ കറന്റ് എന്താണ്, കറന്റ് ഇപ്പൊ 2000 ആണ്. സോ അടുത്ത എന്തായിരിക്കും, കറന്റ് ഈസ് ഈക്വൽ ടു കറന്റ് ഓഫ് നെക്സ്റ്റ് എന്താ, 3000. സോ നമ്മുടെ ഈ കറന്റ് എന്താണ്, അപ്ഡേറ്റ് ആവും. ഇറ്റ് ബിക്കംസ് വാട്ട്, 3000. നൗ 3000 വന്ന് നമ്മൾ 3000 വീണ്ടും അത് അപ്ഡേറ്റ് ആവും. കറന്റ് ഓഫ് നെക്സ്റ്റ് എന്തായിരിക്കും, നള്ളായിരിക്കും. നൾ വന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ്, നമ്മൾ ലൂപ്പ് എവിടം വരെയും പോകണം, നൾ വരെയും പോകണം. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഐഡിയ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇതിനെ സി വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സി ഇംപ്ലിമെന്റേഷനിലോട്ട് വരാം. ട്രാവേഴ്സിനെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കോഡ് ഇങ്ങനെയാണ്. മെയിൻ ഫംഗ്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇത് ട്രാവേഴ്സ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ 3 നോഡ്സ് ആണ് നമ്മൾ വെക്കുന്നത്. യു ക്യാൻ സി നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഹെഡ്,
സെക്കൻഡ്, തേർഡ്, ഈ 3 നോഡ്സ് ആണ് നമുക്കുള്ളത്. അഗെയിൻ യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഹെഡ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ നോഡ് എന്നാണ് ഇതിനെ പറയുന്നതെങ്കിലും ഇതെന്താണ് ബേസിക്കലി, അത് നോഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ ടൈപ്പിന്റെ ഒരു എന്താണ് വേരിയബിൾ ആണ്. ഓൾറൈറ്റ്, ഹെഡ്, റൈറ്റ്. അപ്പോൾ ആ ഹെഡിൽ സപ്പോസ് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് ഉണ്ടെങ്കിൽ 1000 അത് പോയിന്റ് ചെയ്യുവാണ്. ആ പോയിന്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ നോഡ്. ആ നോഡിൽ എന്തുണ്ടാവും, 2 പോർഷനായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡേറ്റ ആസ് വെൽ ആസ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എന്താണ്, 1000 ആണ്. ആ 1000 ഹോൾഡ് ചെയ്യുന്നത് ആരാണ്, ഹെഡ് പറയുന്ന വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഹെഡ് എന്ന് പറയുന്നൊരു നോഡാണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന ഈ കാര്യമാണ് നിങ്ങൾ മറക്കരുത്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും, ഹെഡിനെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ സെക്കൻഡ് നോഡ്, തേർഡ് നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. യു ക്യാൻ സി നമ്മൾ ഹെഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓൾറൈറ്റ്, സോ ഹെഡ് എന്ന് പറയുമ്പോൾ അതിൽ 1000 ഉണ്ട്. ആ 1000 എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. അതിലെന്തുണ്ട്, ഡേറ്റ ഉണ്ട്, അതുപോലെ നെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, യു ക്യാൻ സി ലൈക്ക് ദിസ്. നമ്മൾ എന്ത് ചെയ്യുവാണ്, സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു നോഡും ക്രിയേറ്റ് ചെയ്തു, തേർഡ് എന്ന് പറഞ്ഞ ഒരു നോഡും ക്രിയേറ്റ് ചെയ്തു. ഓൾറൈറ്റ്, ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ യു ക്യാൻ സി ഇത്രയും ചെയ്തു കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇനി നമ്മൾ ഹെഡിലും സെക്കൻഡിലും തേർഡിലും നമ്മൾ ഡേറ്റ് ഇടാൻ പോവാണ്. ഓൾറൈറ്റ്, സോ ഹെഡിൽ എന്തുണ്ട്, ഇപ്പോൾ 1000 ആണുള്ളത്. റൈറ്റ്, ആ 1000 ഡേറ്റ, റൈറ്റ്, 1000 എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ പോയിട്ട് അതിൻ്റെ ഡേറ്റ പോർഷനിൽ നമ്മൾ 10 ഇട്ട് കൊടുക്കുവാണ്. യു ക്യാൻ സി. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് പോർഷൻ, റൈറ്റ്, നെക്സ്റ്റ് പോർഷനിൽ എന്തായിരിക്കും, അടുത്ത നോഡ് പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടാന്നുള്ള കാര്യം നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റിൽ സെക്കൻഡ് ഇട്ട് കൊടുത്ത്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് ഇങ്ങനെ ഒരു വേരിയബിൾ ആയിരിക്കും. റൈറ്റ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആ സെക്കൻഡിൽ സപ്പോസ് 2000 ആണ്. റൈറ്റ്, 2000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 2000 ഹെഡിന്റെ നെക്സ്റ്റിലോട്ട് പോകും. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വരും, ഈ വാല്യൂ വരും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി 2000. അപ്പോൾ ദാറ്റ് മീൻസ് എന്താ സംഭവിച്ചത്, ഈ ഹെഡ് ഹാസ് ബീൻ കണക്റ്റഡ് ടു സെക്കൻഡ്. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, സെക്കൻഡ് ഡേറ്റ് ഇടാൻ പോവാണ്. സെക്കൻഡ് പോയിന്റ് ചെയ്യുന്നത് 2000 2000 ഡേറ്റയിലോട്ട് നമ്മൾ 20 ഇടുന്നു. റൈറ്റ്, അതിന്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ്, അടുത്ത നമ്മുടെ നോഡ് പോയിന്റ് ചെയ്യുന്നത് ഇവിടെ 3000 ദാറ്റ് മീൻസ് ആ 3000 നമ്മൾ ഇവിടെ വിട്ടു. ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, നമ്മൾ ഇതിനെയും കണക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താണ്, തേർഡിൽ യു ക്യാൻ സി തേർഡിന്റെ ഡേറ്റയിലോട്ട്, തേർഡിൽ എന്തുണ്ട്, 3000 ഉണ്ട്. 3000 എന്ന് പറയുന്ന ആ ലൊക്കേഷന്റെ ഡേറ്റ പോർഷനിലോട്ട് നമ്മൾ 30 ഇട്ടു. അതിന്റെ നെക്സ്റ്റിൽ നമ്മൾ എന്താണ്, ഇനി നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ടും പോയിന്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ഈ 3 നോഡ്സ് ആണ് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും, നൾ എന്ന് പറയുന്ന ഒരു കീവേഡ് ഇട്ട് കൊടുക്കും. അതിൻ്റെ അർത്ഥം അതിന് മുന്നോട്ട് പോകുന്നില്ല. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ്, നമ്മൾ ഇതുവരെ ഇതെന്താണ്, ഇത്രയും നമ്മൾ ചെയ്തത് ക്രിയേഷൻ, റൈറ്റ്, ക്രിയേഷൻ ഓഫ് ലിസ്റ്റ്. റൈറ്റ്, നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ്, നമ്മുടെ ലിസ്റ്റിൽ 3 നോഡ്സ് ഉണ്ട്. ഇത്രയും നമ്മൾ കോഡ് ചെയ്തപ്പോൾ നമ്മൾ ഇതാണ് ചെയ്തത്. ഇനിയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ട്രാവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു. അതിൽ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതായിരുന്നു അപ്രോച്ച്. നമ്മൾ എന്താണ്, ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നാൽ നൾ ആവുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൽ കടത്തി വിടും. ഓൾറൈറ്റ്, സോ ഹെഡാണ് ഇപ്പം നമ്മൾ ഇട്ട വാല്യൂ. സോ ഹെഡിൽ എന്തുണ്ട്, 1000 ഉണ്ട്. സോ ദിസ് ഗോസ് ഓവർ ഹിയർ. റൈറ്റ്, ഇവിടെ ആ ഹെഡിലോട്ട് ഈ 1000 വാല്യൂ പോകും. നൗ യു ക്യാൻ സി എന്താ ചെയ്യുന്നത്, സ്ട്രക്ട് നോഡ് സ്റ്റാർ കറണ്ട്. ദാറ്റ് മീൻസ് കറണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ എടുക്കുവാണ്. റൈറ്റ്, അതിന്റെ ടൈപ്പ് എന്താണ്, നോഡ് സ്റ്റാർ തന്നെയാണ്. റൈറ്റ്, നമ്മൾ ഈ കറണ്ടിലോട്ട് നമ്മുടെ ഹെഡ് വാല്യൂ എന്താണ്, 1000. ആ 1000 നമ്മൾ ഇട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് ദിസ് 1000 ഈസ് പോയിന്റിങ് ടു ദിസ് മെമ്മറി ലൊക്കേഷൻ ഓൺലി. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, വൈൽ കറണ്ട്, ഈ കറണ്ടിന്റെ വാല്യൂ നൾ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റിപ്പീറ്റ് ചെയ്യണം എന്നർത്ഥം. ഓൾറൈറ്റ്, സോ നമ്മൾ ഇപ്പൊ എന്താണ്, കറണ്ട് വാല്യൂ 1000 ആണ്. സോ 1000 നൾ ആണോ, അല്ല. ദാറ്റ് മീൻസ് നമ്മൾ എന്താ, കണ്ടീഷൻ ട്രൂ ആണ്, താഴത്തോട്ട് വന്നു. പ്രിന്റ് എഫ്, നമ്മൾ എന്താ പ്രിന്റ് ചെയ്യുന്നത്, കറന്റ് ഓഫ് ഡേറ്റ്. കറന്റ് എന്താണ്, 1000ന്റെ ഡേറ്റ. സോ 1000 ഡേറ്റ എന്താണ്, 10. അതിനെ പ്രിന്റ് ചെയ്യും ഇവിടെ വെച്ചിട്ട്. സോ 10 പ്രിന്റ് ആവും. യു ക്യാൻ സി. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഇതിനകത്ത് ഞാൻ മുഴുവൻ ഡേറ്റ ആണ് ഇവിടെ മുഴുവൻ പ്രിന്റ് ചെയ്ത കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ 10 ആണ് ആദ്യം പ്രിന്റ് ആയത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നേരെ മുകളിലോട്ട് പോയി. റൈറ്റ്, യു ക്യാൻ സി. സോ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും, കറണ്ടിന്റെ വാല്യൂ ഇവിടെ നിന്ന് അപ്ഡേറ്റ് ആയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. യു ക്യാൻ സി കറണ്ടിന്റെ വാല്യൂ എന്താവുകയാണ്, കറണ്ട് ഡോട്ട് നെക്സ്റ്റ്. റൈറ്റ്, കറണ്ട് പോയിന്റിംഗ് ടു നെക്സ്റ്റ്. അപ്പൊ ഇപ്പൊ കറണ്ടിന്റെ വാല്യൂ 1000 ആണ്. ഇനി എന്തായി മാറും, കറണ്ട് ഓഫ് നെക്സ്റ്റ്. കറണ്ട് ഓഫ് നെക്സ്റ്റ് എന്താണ്, 2000. അതായിരിക്കും അടുത്ത കറണ്ട്. ദാറ്റ് മീൻസ് ഈ 1000 മാറിയിട്ട് 2000 ആവും. ഇപ്പൊ കറണ്ട് വാല്യൂ എന്താണ്,
2000 ആണ്. റൈറ്റ്. സോ വൈൽ 2000 ഈസ് നോട്ട് ഈക്വൽ ടു നൾ, അല്ല, തീർച്ചയായിട്ടും 2000 നൾ അല്ല. കറണ്ട് വാല്യൂ എന്താണ്? 2000 ആണ്. താഴത്തോട്ട് വന്നു. ഇനി കറന്റ് ഓഫ് ഡേറ്റ എന്താണ്? 20 ആണ്. സോ അതാണ് ഈ 20 ഇവിടെ പ്രിന്റ് ആയത്. റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? കറന്റ് ഈസ് ഈക്വൽ ടു കറന്റ് ഓഫ് നെക്സ്റ്റ്. അപ്പൊ കറന്റ് ഓഫ് നെക്സ്റ്റ് എന്താണ്? 3000 ആണ്. ഇപ്പൊ കറന്റ് വാല്യൂ ഓഫ് എന്താ? 2000. 2000 നെക്സ്റ്റ് എന്തായിരിക്കും? 3000. സോ 3000 എവിടെ വരും? നമ്മുടെ പുതിയ കറന്റ് ആയി മാറും. ഓൾറൈറ്റ്. ആൻഡ് എന്താണ്? നമ്മൾ മുകളിലോട്ട് പോയി വീണ്ടും വയൽ ചെക്ക് ചെയ്യുവാണ്. കറന്റ് നള്ളായോ? അല്ല. കറന്റ് വാല്യൂ എന്താണ്? 3000 ആണ്. നമ്മൾ താഴത്തോട്ട് വന്ന് ഇപ്പൊ കറന്റിലുള്ളതിന്റെ ഡേറ്റ. സോ കറന്റിലുള്ളതിന്റെ ഡേറ്റ എന്താ? 30 ആണ്. ആ 30 നമ്മുടെ ഇവിടെ പ്രിന്റ് ആവും. ദെൻ എന്താണ്? വീണ്ടും കറന്റ് വാല്യൂ അപ്ഡേറ്റ് ആവും. എങ്ങനെ? കറന്റ് ഓഫ് നെക്സ്റ്റ് എന്താണ്? നൾ. സോ എന്താവും? ഇത് 3000 മാറി നൾ ആവും. യു ക്യാൻ സി. റൈറ്റ്. ഇനി വീണ്ടും മുകളിലോട്ട് പോകും. വൈൽ കറന്റ് നോട്ട് ഈക്വൽ ടു നൾ, അല്ല. കറന്റ് എന്താണ്? നൾ ആണ്. ദാറ്റ് മീൻസ് കണ്ടീഷൻ ഫോൾസ്. നേരെ പുറത്തോട്ട് വരും. ആൻഡ് എന്താണ്? ഈ നള്ളിനെയും പ്രിന്റ് ചെയ്യും. റൈറ്റ്. യു ക്യാൻ സി. ഈ നള്ളിനെയും ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് പുറത്ത് വരും. ഓൾറൈറ്റ്. സോ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ 3 നോട്ട്സ് വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എനിക്ക് സ്ഥലമില്ല, അതുകൊണ്ടാണ്. ഓൾറൈറ്റ്. നിങ്ങൾക്ക് എത്ര നോട്ട്സിനും ഇതുപോലെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യിപ്പിക്കാം. ഓൾറൈറ്റ്. സോ ഇതായിരുന്നു C implementation of traversal. So I hope you understood the concept, and thank you for watching.